ഹലോ എവ്രിവൺ, എൻ്റെ പേര് രാഹുൽ രാജീവൻ. ഞാനിപ്പം കരിക്കുലം എഞ്ചിനീയർ ആയിട്ട് മസായി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്തത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ നിന്നാണ്. അതിനുശേഷം കുറച്ചു കാലം നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അതിന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് IT ഫീൽഡിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ IT ഫീൽഡ് ഫ്രഷേഴ്സിന് ജോലിക്ക് കയറുമ്പം തരുന്ന സാലറി ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഹയർ ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരെപ്പോഴും എത്ര കാലം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട്, അതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിപ്പം എവിടെയെങ്കിലും കാര്യമായിട്ട് ഒരു ചെറിയ കോഴ്സ് ചെയ്തിട്ട് പോയാലും ഇന്റർവ്യൂവിനെ പെർഫോം ചെയ്യുമ്പം എന്താ പറയാ, ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് കുറച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് മസായി സ്കൂളിന്റെ ആഡ് കണ്ടത്. എൻ്റെ അമ്മയാണ് ആക്ച്വലി കണ്ടത്. അപ്പം അമ്മ അങ്ങനെ അവർ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എക്സാം അറ്റൻഡ് ചെയ്തു. അതിനുശേഷം പ്രോഗ്രാം ഓൾമോസ്റ്റ് ഒരു 7 to 8 months ഉണ്ടായിട്ടുണ്ടാവും മാക്സിമം. കാരണം ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു. ഓൾമോസ്റ്റ് 6 to 7 months പറയാം പ്രോഗ്രാം, ഇൻക്ലൂഡിങ് പ്ലേസ്മെന്റ്. അപ്പം ആ ടൈമിൽ തന്നെ പ്ലേസ്മെന്റിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മസായിന്ന് ഒരു ഓഫർ വന്നിരുന്നു. ഇവിടെ എന്താ പറയാ, ഇൻസ്ട്രക്ടർമാര് കയറാൻ ചാൻസ് ഉണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പം എനിക്ക് പഠിപ്പിക്കാനൊരു താല്പര്യം ഉണ്ടായതുകൊണ്ട് അങ്ങനെ അവിടെ കയറി. അതിനുശേഷം ഇപ്പം ഞാൻ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെന്റിലെ HTML CSS ജാവാസ്ക്രിപ്റ്റ് സൈഡ് പഠിപ്പിക്കുന്നതാണ്. അതാണ് എന്നെ പറ്റിയുള്ളത്. നിങ്ങൾക്ക് മസായി സ്കൂളിനെ പറ്റി കുറച്ച് ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് IT ഫീൽഡിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല, പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ അങ്ങനെ വന്നതാണ്, കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്ന് വന്നതാണല്ലോ. അപ്പം നമുക്ക് ജസ്റ്റ് റെഗുലർ ക്ലാസ്സിന്റെ കൂടെ അവര് എന്താ പറയാ, ഒരു ട്രെയിനിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹെൽപ്പ് സെഷൻ മാതിരി എല്ലാ ദിവസവും ഒരു 1 hour സെഷൻ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ സെഷൻ വെച്ചിട്ടുണ്ടാവും. വേറെ നമുക്ക് അവിടെ പോയി നമ്മളെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാം. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പിന്നെ ഇന്റർവ്യൂവിന് വേണ്ടി എങ്ങനെ സംസാരിക്കണം, ഇംഗ്ലീഷിൽ എങ്ങനെ ഇന്റർവ്യൂ നമുക്ക് ഇന്റർവ്യൂവിന് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും, അതൊക്കെ നല്ല വൃത്തിയിൽ ട്രെയിനിങ് തരുന്നത് ആക്ച്വലി ഒരു എന്താ പറയാ, വലിയ കാര്യം തന്നെയാണ്. കാരണം കുറെ ആൾക്കാർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി അത്ര മോശമായിരുന്നില്ല ഇംഗ്ലീഷിൽ, പക്ഷെ എനിക്കറിയാം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ ഒരു 6 months കഴിയുമ്പോഴേക്കും നിങ്ങളെ ഇംഗ്ലീഷും കുറെ ഭാഗം റെഡിയാവും. പോരാത്തതിന് കോഡിംഗ് സ്കിൽസിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പം എന്തുകൊണ്ടും എന്താ പറയാ, നല്ലൊരു ട്രാക്കാണ് ഈവൻ ഫോർ അറിയാത്ത കോഡിങ്ങിനെ പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്ക്. അതൊക്കെ തന്നെയുള്ളൂ. താങ്ക്സ്. Hope I am audible for you. Okay. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹർഷ. ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. സ്റ്റിൽ ഇന്ന് ഓഫീസിലാണ് പോയിട്ടുള്ളത് വരെ റൂമിലേക്ക് തിരിച്ച്. ഞാൻ 12th കഴിഞ്ഞിട്ടാണ് മസായിൽ ജോയിൻ ചെയ്യുന്നത്. സോ 12th കഴിഞ്ഞിട്ട് എന്ത് എന്നതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിന്നപ്പോഴാണ് മസായിനെ കുറിച്ച് അറിയുന്നതും മസായിൽ ജോയിൻ ചെയ്യുന്നതും. ഇപ്പോൾ 1 year ആയി. ഇന്നലെ ആയിരുന്നു എൻ്റെ 1 year കംപ്ലീഷൻ ജോബിന് കയറിയിട്ട്. സോ ഐ ആം വെരി ഹാപ്പി ടു മീറ്റ് യു ആൾ. Thank you. ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ കോഴിക്കോടാണ് സ്ഥലം. ഇപ്പോൾ മസായിലായിരുന്നു ഇവിടെ പഠിച്ചതൊക്കെ. ഞാൻ നിങ്ങളെപ്പോലെ എന്താ പറയുക, ഒരു ആസ്പിറൻ്റ് ആയിരുന്നു. ഒരു IT ടെക്കിൽ ഒരു ഡെവലപ്പറായി ജോലി ചെയ്യണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൻ്റെ ബേസിൽ മെക്കാനിക്കൽ അങ്ങനെ കാര്യങ്ങൾ എടുത്ത് അങ്ങനെ പോയി. പിന്നെ ഒരു ടൈമിലെത്തിയപ്പോൾ IT ഫീൽഡിൽ തിരിച്ചു വരണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻജിനീയറിങ് അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് എടുക്കാനുള്ള ഒരു സാഹചര്യം അപ്പം ഉണ്ടായില്ല. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വഴിയാണ് മസായിയെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. പിന്നെ അങ്ങനെ ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഒരു മസായി ജേണി തന്നെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ സപ്പോർട്ടായാലും കാര്യങ്ങളായാലും നല്ല എനിക്ക് എന്താ പറയുക, ഈ പബ്ലിക്കിനെ ഫേസ് ചെയ്യുക, ഇൻ്റർവ്യൂവിൽ ക്യാമറയിൽ വന്നിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുക, അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ എസ്പെഷ്യലി ടെക് ഫീൽഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു പഠിച്ചെടുക്കാനും കാര്യം. പിന്നെ IS സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആയപ്പോൾ
നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും കാര്യങ്ങളൊക്കെ പറ്റി. ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ്, റിവിഷനിലുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ആ, ന- നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അങ്ങനെ പ്ലേസ്ഡ് ആയി, ഇപ്പോൾ അലൂമിനി ആയിരിക്കുന്നു. That's awesome.